ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സസ്പെൻസബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഓസ്പിഷ്യസ് ആയിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി എത്തുന്നു. ഓക്കെ, ഈ റീഡിംഗ് മുഴുവനുമായി കാണുക. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അതെന്താണോ അത് നടപ്പിലാകാൻ പോകുന്നതായിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് പലവർക്കും അതൊരു സന്തോഷ വാർത്തയാണ്. പലവർക്കും നല്ല, നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലേതൊക്കെയോ ഇവിടെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം ഏത് എനർജിയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഫുൾ മൂൺ ഇൻ ക്യാൻസർ ആണ്. ഫുൾ മൂൺ എനർജി തന്നെയാണ് ഫസ്റ്റ് കാർഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഫുൾ മൂൺ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഫുൾ മൂൺ, ഫുൾ എനർജി, ഫുൾ ഓൺ, ഫുൾ പവർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി എപ്പോഴും ഡ്രെയിൻ ആകാറാണ് പതിവ്. അതായത് ഈ വ്യക്തിയുടെ എനർജി നഷ്ടപ്പെട്ടു പോവുക, മറ്റുള്ളവരായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ വ്യക്തിക്ക് എനർജി ഉണ്ടാവുകയില്ല. ഓക്കെ, അതായത് മറ്റുള്ളവരായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടിയും സംസാരിച്ചും സമയം ചെലവഴിച്ചും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ട് ഈ വ്യക്തിക്ക് സമയവും ഉണ്ടാവില്ല, എനർജിയും ഉണ്ടാവില്ല. അതാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചാണ്. അത് നിങ്ങളെ കുറിച്ചാണെന്ന് പറയുമ്പോൾ വളരെ ഇമോഷണൽ പരമായിട്ടാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു സോഡിയക് സൈൻ ആണ്, അത് വാട്ടർ എലമെന്റ് ആണ്. ഇപ്പൊ വാട്ടർ എലമെന്റ് എന്ന് പറയുമ്പോൾ വെള്ളമാണ് സൂചിപ്പിക്കുന്നത്. വെള്ളം എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റിനെയും ഫീലിങ്സിനെയും സൂചിപ്പിക്കുന്ന എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാർഡാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ പേടിയെല്ലാം, അതായത് ഈ നിങ്ങളുടെ പേടി ആയിക്കോട്ടെ, ഈ പേഴ്സന്റെ പേടി ആയിക്കോട്ടെ, അനാവശ്യമായിട്ടുള്ള പേടി എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അല്ലേ? അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും, ജോലിയിലാണെങ്കിലും, ജീവിതത്തിലാണെങ്കിലും, പേഴ്സണൽ കാര്യങ്ങളിലാണെങ്കിലും പേടി എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന അനാവശ്യമായിട്ടുള്ള പേടി, ഭയം, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത അവസ്ഥ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ വ്യക്തിയെ വിട്ട് പോകുന്നു, അകന്നു പോകുന്നു. ഫിയേഴ്സ് ഡിസോൾവ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതായത് എല്ലാ പേടിയും അലിഞ്ഞു പോകട്ടെ, അലിഞ്ഞ് ഇല്ലാതെയായി പോകട്ടെ. ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളോടുള്ള ഇമോഷണൽ പരമായിട്ടുള്ള ചിന്തകളും ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെ പേടിയാണോ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി മോചനം നേടിക്കൊണ്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുമാത്രമല്ല ഡിവൈൻ മദർ ആണ്, നർച്ചറിങ് ആൻഡ് കമ്പാഷൻ ഗ്രേസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു അമ്മയുടെ എനർജിയാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പില്
ആരാണോ എതിരായിട്ട് നിൽക്കുന്നത് അവരുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ സങ്കല്പിക്കാം. അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കാണും, ഒരുപാട് എനർജീസ് ഇവിടെ വരും. അപ്പൊ നിങ്ങളുടെ എനർജി അനുസരിച്ച് ഇത് എടുക്കുക. ഇതിൽ പലവർക്കും നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ തടസ്സം നിൽക്കുന്നത് അമ്മയായിരിക്കാം. ഒരുപക്ഷെ ഈ പേഴ്സന്റെ അമ്മ, ഓക്കെ, അങ്ങനെ ആകാനാണ് കൂടുതൽ സാധ്യത. ഇനി അതല്ല എങ്കിൽ അച്ഛനായിരിക്കാം. ഇനിയിപ്പോ ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നത് ആരാണോ അവരുടെ എനർജി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം എതിരായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു പ്രശ്നം മാറിപ്പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഡിവൈൻ മദർ ആണ്, നർച്ചറിങ് ആൻഡ് കമ്പാഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്കിടയിൽ എക്സാക്റ്റ് ആയിട്ട് പറയണം അമ്മയാണ് എതിർപ്പ് നിൽക്കുന്നതെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ചിലവർക്ക് അച്ഛനായിരിക്കാം, ചിലവർക്ക് വേറെ തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും അവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ ഒരു കാർഡിൽ നിന്നും നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? അതായത് ചില സൂചനകൾ, ചില ഒരു സൂചന, അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്മയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സമായിട്ട് നിന്നിരുന്നതെങ്കിൽ അമ്മയുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു, പോസിറ്റീവ് എനർജിയിലേക്ക് വരുന്നു. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നേരെ നോക്കിയിട്ട് എന്താണെന്ന് നോക്കാം. 10 ഓഫ് ഫയർ ആണ്. വർക്കിംഗ് ടു ഹാർഡ്, ടു മെനി അവേഴ്സ്, ഓക്കെ, ബാലൻസ് ഇല്ലാത്ത അവസ്ഥ, ഹെൽത്ത് പ്രോബ്ലംസ്, സ്ട്രെസ്, ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരുപാട് ജോലി എടുക്കുക, ഒരേ സമയം തന്നെ ഒരുപാട് ജോലി ചെയ്യുക, ആരോഗ്യം ശ്രദ്ധിക്കാതെ നടക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് തരാതിരിക്കുക, ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ ഇപ്പൊ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ, ജീവിതത്തിന് ഒരു ബാലൻസും ഇല്ലാതെ അനാവശ്യമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സ്വഭാവം നിർത്തിക്കൊണ്ട് ആവശ്യത്തിന് മാത്രം ജോലി ചെയ്തുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമാണ് വലുതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഈ പേഴ്സൺ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം കണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതും നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ കാത്തിരുന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും കൂടി ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ മണി മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതായത് എപ്പോൾ നോക്കിയാലും പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ്. അതായത് നിങ്ങൾ ഈ പേഴ്സന്റെ കാര്യത്തിൽ പേടിച്ചിരുന്നത് അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഈ പേഴ്സൺ എന്തെല്ലാം സ്വഭാവങ്ങളാണ് മാറ്റേണ്ടത് എന്നാണോ നിങ്ങൾ വിചാരിച്ചത്, അതിൽ പലതും അല്ലെങ്കിൽ ഭൂരിഭാഗവും ഈ വ്യക്തി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ഫോർ വിന്റർ എന്നാണ്. ഇപ്പൊ ഈ ഒരു മാസം എന്ന് പറയുന്നത് ഏപ്രിൽ ആണ്. സോ ഏപ്രിലിന് ശേഷം കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ നവംബർ, ഡിസംബർ ആ ഒരു കാലഘട്ടം വരും. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു മാസം നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു വിന്റർ മന്ത് ആണ്, മഞ്ഞുകാലമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ വളരെ പ്രധാനമായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഈ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹമായിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നതായിരിക്കാം. അതായത് കുറെ കാലത്തിന് ശേഷം വളരെ സ്വസ്ഥമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കണ്ടുമുട്ടുന്നതായിരിക്കാം, സംസാരിക്കാൻ അവസരം കിട്ടുന്നതായിരിക്കാം, റിയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷ വാർത്തയായിട്ട് ഈ വ്യക്തി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ദൂരെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നിർത്തിവെച്ചിട്ട് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നതായിരിക്കാം. എന്തുകൊണ്ടോ വിന്റർ സീസൺ, അതായത് ഈ വരുന്ന നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ കമ്മ്യൂണിറ്റി യുവർ ഗ്രൂപ്പ് എന്നാണ്. അതായത് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഈ പേഴ്സന്റെ എനർജിയെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ആൾക്കാരെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പണ്ടെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരായിട്ട് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ബന്ധങ്ങളെല്ലാം തനിക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും ഈ വ്യക്തിക്കില്ലായിരുന്നു. അതായത് കാണുന്ന എല്ലാവരെയും കൂട്ടുകാരാക്കും, കാണുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തനിക്ക് ചേരുന്നതും തനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള വ്യക്തികളായിട്ട് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ കൂട്ടുകൂടി വരുന്നത്, ഫ്രണ്ട്ഷിപ്പായിട്ട് വരുന്നത്. ആ ഒരു വ്യത്യാസവും കൂടി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പലപ്പോഴും നിങ്ങൾ പോലും ഈ പേഴ്സന് വാണിംഗ് കൊടുത്തിട്ടുണ്ടാകാം, താക്കീത് നൽകിയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ആ ഒരു കൂട്ടുകെട്ട് നല്ലതല്ല, അപ്പൊ നിങ്ങളത് നിർത്തണം, നിങ്ങൾക്കത് കൊള്ളില്ല, മോശമാണ്, ദോഷമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം, നിങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ടാകണം. പക്ഷെ ഈ പേഴ്സൺ എന്താ പറയാ, അതൊന്നും പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി ആ ഒരു ആൾക്കാരെ കണ്ടിട്ട് അല്ലെങ്കിൽ ആൾക്കാരെ കണ്ട് വിലയിരുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള വ്യക്തികളായിട്ട് മാത്രം സൗഹൃദം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നറേറ്റീവ് എന്നാണ്. അതായത് ഈ പേഴ്സൺ ഇത്രയും കാലം കൺട്രോൾ ചെയ്തിരുന്നത് വേറെ ആൾക്കാരായിരുന്നു, കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പേഴ്സന്റെ അമ്മയായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഇപ്പോൾ ഈ പേഴ്സന്റെ കൺട്രോള് ഈ വ്യക്തിയിലേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെന്റെ ജീവിതമാണ്, എന്റെ മാത്രം ജീവിതമാണ്, എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദി ഞാനാണ്. അപ്പോൾ ഞാനാണ് ഇതിന് എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത്, എക്സ്ട്രാ സംരക്ഷിക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ഞാൻ തന്നെയാണ്. വേറെ ആരും പറയുന്നത് കേട്ടിട്ടല്ല ഞാൻ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ഞാൻ മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു ചിന്താഗതിയും കൂടിയാണ് ഈ പേഴ്സണി വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് ബോൺ കളക്ടറാണ്. അതായത് ഈ പേഴ്സൺ ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ സ്വരുക്കൂട്ടി വെക്കാനുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഫിനാൻഷ്യൽ പരമായിട്ട് കുറച്ച് സേവ് ചെയ്ത് വെക്കണം, കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെക്കുക, കാത്തു സൂക്ഷിച്ചു വെക്കുക, സേവ് ചെയ്യുക, ആ ഒരു മെന്റാലിറ്റിയും കൂടി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ പണ്ട് കാലം തൊട്ടേ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ളതും ഈ വ്യക്തിയോട് ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി ആയിരിക്കാം. എന്തു തന്നെ ആയാലും ആ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നമ്പർ. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.